ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ കരാറിന് നിർണായകമായ പങ്ക് വഹിച്ചത് എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ നേതാക്കൾ പതുക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നമ്മുടെ സർക്കാർ വൃത്തങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വിടുന്നത് എന്നുള്ളതാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കാനായി നിരന്തരം മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയെ വിളിച്ച് അപേക്ഷിച്ചിരുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ നമ്മുടെ 26 പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് പകരം ചോദിക്കാതെ നിർത്തില്ല എന്ന് കൃത്യമായി ഇന്ത്യ പറഞ്ഞിരുന്നതായും അമേരിക്ക തിരിച്ചടിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് അടിക്കാതിരിക്കാൻ സാധിക്കില്ല, ഈ കാര്യത്തിൽ അമേരിക്ക ഇടപെടണ്ട എന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു. എന്നാൽ മെയ് 1-ാം തീയതിയാണ് കൃത്യമായി അമേരിക്ക വിളിച്ച് തിരിച്ചടിക്കുള്ള സാധ്യതകൾ ആരാഞ്ഞത്. ഇന്ത്യ തിരിച്ചടി കൺഫേം ആക്കി, ഇത് ഞങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നില്ല, ഞങ്ങൾ എന്തായാലും തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു. അങ്ങനെ മെയ് 7-ന് പാകിസ്ഥാനിലെ 9 കൊടും ഭീകരന്മാരുടെ കേന്ദ്രങ്ങളെ ഇന്ത്യ ലക്ഷ്യം വെച്ചു. 600 ഭീകരരെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. വലിയ ആക്രമണം ഇന്ത്യ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ ശേഷം മെയ് 7-ന് ഇന്ത്യ പാകിസ്ഥാന്റെ DMO, അതായത് ഡയറക്ടർ ജനറലിനെ വിളിക്കുന്നു, പാകിസ്ഥാൻ പട്ടാളത്തിന്റെ. എന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തിട്ടുണ്ടെന്നും ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ഞങ്ങൾ തകർത്തതെന്നും പാകിസ്ഥാന്റെ ഒരു പൗരന് പോലും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നും ഇന്ത്യ അവരെ ധരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, നിങ്ങൾ വരുമെങ്കിൽ എന്ന് ഇന്ത്യ ആ സമയത്ത് പാകിസ്ഥാനെ അറിയിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അതായത് സർജിക്കൽ സ്ട്രൈക്ക് നടന്ന ദിവസം തന്നെ ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചിരുന്നു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന്. എന്നാൽ പാകിസ്ഥാൻ അന്ന് തയ്യാറാകാതെ ഈ ഭീകരവാദികളുടെ രക്തത്തിന് ഇന്ത്യയോട് കണക്ക് ചോദിക്കാൻ വന്നപ്പോൾ ഇന്ത്യ അവർക്ക് കൊടുത്തത് ശക്തമായിട്ടുള്ള പ്രഹരമാണ് എന്ന് കൃത്യമായി ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ ഇന്ത്യ നൽകിയ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത് ഇനി ഇന്ത്യയിലേക്ക് തിരിച്ചടിക്കാൻ പോകണ്ട, ഇനി ഇന്ത്യയുമായി ഒരു യുദ്ധപ്രഖ്യാപനം വേണ്ട. കാരണം പാകിസ്ഥാനിലാകപ്പാടെ 19 എയർ ബേസുകളാണ് ഉള്ളത്. ഈ 19 എയർ ബേസുകളിൽ 13 ഇന്ത്യക്കെതിരെ കൃത്യമായി ഉപയോഗിക്കാൻ പാകിസ്ഥാൻ കരുതി വച്ചിരിക്കുന്നവയാണ്. ഈ 13 എയർ ബേസുകളും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ 13 എയർ ബേസുകളും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയതിൽ 10 തകർത്ത് കഴിഞ്ഞു എന്ന് ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. റാവൽപിണ്ടി അടക്കം, അതായത് സൈനിക ആസ്ഥാനമായിട്ടുള്ള റാവൽപിണ്ടിയിലേക്ക് അടക്കം ഇന്ത്യയിലെ മിസൈലുകൾ ചെന്ന് പതിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പാകിസ്ഥാൻ അങ്ങനെ ഈ കനത്ത പ്രഹരം, അതായത് ഇന്ത്യയുടെ കനത്ത പ്രഹരം കൂടിയപ്പോൾ പാകിസ്ഥാൻ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ച് ഞങ്ങൾക്ക് വെടിനിർത്താൻ തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ അറിയിക്കുകയായിരുന്നു. 1 മണിക്കാണ് പാകിസ്ഥാൻ അറിയിച്ചത്. എന്നാൽ ഇന്ത്യ 3:30-ന് ചർച്ച എന്നുള്ള സമയം അറിയിച്ചു. അടിച്ചാൽ ഇരട്ടി തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചത്. അതായത് ഒരു വെടി ഉതിർത്താൽ തിരിച്ചൊരു ബോംബിട്ടോളൂ എന്നുള്ള നിർദ്ദേശമാണ് ഇന്ത്യൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. അതിനിടയിൽ അമേരിക്കയുടെ JD വാൻസ് നരേന്ദ്രമോദിയെ വിളിച്ചിരുന്നു, വൈസ് പ്രസിഡന്റ്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം അപ്പോഴും പറഞ്ഞത്. എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന ചോദ്യത്തിന് പാകിസ്ഥാനോട് പിൻവാങ്ങാൻ പോയി പറയൂ എന്നാണ് കൃത്യമായി ഇന്ത്യ മറുപടി കൊടുത്തത് JD വാൻസിന് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിനുശേഷമാണ് പാകിസ്ഥാൻ ഇന്ത്യയെ വിളിക്കുന്നതും ഇന്ത്യ പാകിസ്ഥാനോട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നതും വെടിനിർത്തലിന് തയ്യാറാകുന്നതും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ഇട്ട് 8 കാലി മമ്മൂഞ്ഞ് കളിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ കനത്ത പ്രഹരം എന്ന് പറയുമ്പോൾ ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നത് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ പദ്ധതികളെ വരെ ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ്. അവിടെയൊക്കെ ചില ബ്രഹ്മോസ് അല്ലെങ്കിൽ ചില മറ്റ് മിസൈലുകൾ വന്ന് വീണിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ മിസൈലുകൾ അവിടെ വീഴുന്നു എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ എയർബേസ്. ഈ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പാകിസ്ഥാനിലെ എയർബേസ് ഉണ്ട്. ആ എയർബേസിൽ പലതിലും മിസൈലുകൾ വന്ന് വീണപ്പോൾ വലിയ തിരിച്ചടി പാകിസ്ഥാൻ ഉണ്ടായി. സുപ്രധാനമായിട്ടുള്ള എയർബേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയുള്ള സർഗോദ എയർബേസ്, ഇവിടെ ഇന്ത്യ വമ്പൻ ആക്രമണം നടത്തി. ഇതിൻ്റെ തൊട്ടടുത്താണ് കിർണ ഹിൽസ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തിന്റെ അതീവ ഗുരുതരമായിട്ടുള്ള സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്ത് ഇന്ത്യ ആക്രമണം നടത്തി. അവിടേക്ക് ഇന്ത്യ മിസൈൽ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത കാര്യമാണ്, അതായത് കിർണ ഹിൽസിൽ. പക്ഷേ ഈ എയർബേസ് അടിച്ച് തകർത്തതോടുകൂടി പാകിസ്ഥാന് ഇന്ത്യയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതോടുകൂടി ഇനി എന്തായാലും വെടിനിർത്തിയില്ലെങ്കിൽ പണി പാളുമെന്ന് മനസ്സിലായ പാകിസ്ഥാൻ വെടിനിർത്താനായി കരഞ്ഞു വിളിച്ച് രംഗത്ത് വരികയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.